IoT and embedded system and full stack development career program. ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡീറ്റെയിലുകളാണ് പറയുന്നത്. ഒന്നുകിൽ IoT ആൻഡ് എംബഡഡ് സിസ്റ്റം അതൊരു ഡൊമൈനാണ്, പിന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അത് രണ്ടാമത്തെ ഡൊമൈനാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഈ ഒരു ട്രെയിനിങ്ങിന്റെ രീതികളും ഈ ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസും ആണ് പറയുന്നത്. 6 month ട്രെയിനിങ് പ്ലസ് ഇന്റേൺഷിപ്പ് ആയിരിക്കും. അത് ഇന്റേൺഷിപ്പ് ഓട് കൂടിയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. പിന്നെ വരുന്നത് 6 month വരുന്നത് ആസ് എ ട്രെയിനി ആയിട്ട്, സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് ട്രെയിനി ആയിട്ട് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം ഫോർ എ ഡെവലപ്പർ എക്സ്പീരിയൻസ്. Day 1 മുതൽ ലൈവ് പ്രൊജക്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ഡേ മുതൽ ലൈവ് പ്രൊജക്റ്റ് ആയിരിക്കും. നമ്മൾ ട്രഡീഷണൽ ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഒരു തിയറി ഫോക്കസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എക്സ്പോഷർ ആയിരിക്കും. ഇൻഡസ്ട്രി എക്സ്പോഷർ വളരെ ലിമിറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഉണ്ടാവില്ല. കമ്പനീസ് ഹയർ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റുകളല്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമല്ല. റിയൽ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടത് ഉണ്ട്. അതുപോലെ കോഴ്സുകൾ ഈ പറഞ്ഞ പോലെ നോർമലായിട്ട് വരുമ്പോൾ കോഴ്സുകൾ ഒരുപാടുണ്ട്. സർട്ടിഫിക്കറ്റ് ഓൾസോ ആർ ഇൻക്രീസിങ്. കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ. ജോബ് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. ഫ്രഷേഴ്സ് ഇപ്പം ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ഹൈ ആണ് ജോബ് മാർക്കറ്റിൽ. ജോബ്സ് ആർ നോട്ട് ഗോയിങ് ടു എവരിവൺ. എല്ലാവർക്കും ജോബ് കിട്ടുന്നുമില്ല. അതാണ് റിയൽ ഫാക്ട്. വേറൊരു കാര്യം, തിയറി നോളേജ് ആയിരിക്കും ഉണ്ടാവുക, റിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഒരു റിസൾട്ട് നമുക്കൊരു ഇൻ്റർവ്യൂവറുടെ മുമ്പെന്ന് ഒരു റിസൾട്ട് ഷോ ചെയ്യാൻ പറ്റില്ല. ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നത്തിങ് ടു പ്രൂവ്, കാര്യം പ്രൂവ് ചെയ്യാനുണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് പഠിച്ചതെന്നൊരു ഇൻ്റർവ്യൂവർ ഒരിക്കലും ചോദിക്കില്ല. അവർ ചോദിക്കുക നിങ്ങൾ എന്താണ് ചെയ്തതെന്നാണ്. ആണ് ശരിക്കുമുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്, ലൈവായിട്ടുള്ള പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ടീം ബേസ്ഡ് പ്രൊജക്ട് വർക്ക്, ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ്, ഇത്രയാണ് നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ്. അതുപോലെ തന്നെ അത് ലീഡ് ചെയ്യുന്നത് ആരാണ്? മെന്റേഴ്സ് ബിഹൈൻഡ് ദ പ്രോഗ്രാം ഞാൻ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. റഷീദ് മുഹമ്മദ് CEO ആണ്. അതുപോലെ തന്നെ R&D ഹെഡാണ് ഓപ്പുലൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ. ടെക്നോ സയന്റിസ്റ്റ് ആൻഡ് ഇന്നോവേറ്റർ ആണ്. AI-ലും റോബോട്ടിക്സിലും IoT-ലും ഓട്ടോമേഷനിലും ഇലക്ട്രോണിക്സിലും ഇതിലൊക്കെയാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ ഡെവലപ്പർ ഓഫ് റിയൽ വേൾഡ് സ്മാർട്ട് സിസ്റ്റംസ്, ഒരുപാട് റിയൽ വേൾഡ് സ്മാർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയിലെ ലെവലിൽ പ്രാക്ടിക്കൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. റിയൽ വേൾഡ് ഇന്നോവേഷൻസ് ബൈ മെന്റർ. ഈ സ്ലൈഡിൽ ഇന്നോവേഷൻ, നമ്മൾ ചെയ്ത ഇന്നോവേഷൻസ് ഓട്ടോമേറ്റഡ് വെതർ CWIയുമായിട്ട് ചേർന്നത് പേറ്റന്റഡ് ആണ്. വെതർ സ്റ്റേഷനാണ് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം. 2018 ഫ്ലഡിന് ശേഷം ചെയ്തതാണ്. കാരണം ഇവിടെ ചൈനയിൽ നിന്നൊക്കെ വരുന്ന വെതർ സ്റ്റേഷനെ അപേക്ഷിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലെ മഴയ്ക്കും അനുയോജ്യമായ രീതിയിലേക്ക് ലൈവ് മോണിറ്റർ ചെയ്യാനും ഹിസ്റ്റോറിക്കൽ ഡാറ്റ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ്. ഇതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് കിട്ടുന്ന ഒരു സിസ്റ്റമാണിത്. അതുപോലെ ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം, CPMS എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രോപ്പ് വിത്ത് പാകുന്നത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രോസസ്സിങ്, അതിന് വേണ്ടിയിട്ടുള്ള വളം, വെള്ളം, വെതർ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് ക്രോപ്പിനെ നമുക്ക് മാനേജ് ചെയ്യുന്നൊരു സിസ്റ്റമാണത്. അതിൽ ഇറിഗേഷൻ, വെള്ളം, ഇറിഗേഷൻ വരും, ഫെർട്ടിലൈസർ കൺട്രോൾ വരും, എല്ലാം കൃഷിക്ക് വേണ്ടിയിട്ടുള്ള, ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതും CWIയുമായിട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്തതാണ്. അതിനും പേറ്റന്റഡ് ആണ്. അതുപോലെ തന്നെ സ്മാർട്ട് ഡിറ്റർജന്റ് ATM. നമ്മൾ ഒരു 10 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ, സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡിറ്റർജന്റ് ബോട്ടിൽ എടുത്തു കൊണ്ടുപോകാം. ഇതൊക്കെ വരുന്നത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI വരും, IoT വരും, റോബോട്ടിക്സ് വരും, ഈ പ്രൊജക്റ്റുകളിലെല്ലാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് വരും, പിന്നെ ഈ പറഞ്ഞ പ്രോഗ്രാമിങ്ങും കോഡിങ്ങും എല്ലാം വരുമ്പോഴാണ് ഒരു സിസ്റ്റമായിട്ട് മാറുന്നത്. അത് ഫ്രം
ദ സ്ക്രാച്ച് എന്ന്. നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റംസാണ് ഇതെല്ലാം. ഡിസൈനിങ് മുതൽ ഫേംവെയർ ഡെവലപ്മെൻറ്റ് വരെ, അത് കഴിഞ്ഞ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഡാഷ്ബോർഡ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക, ഇതെല്ലാം ഒന്നിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സ്മാർട്ട് ജ്യൂസ് വെൻഡിങ് മെഷീൻ, നമുക്ക് ആവശ്യമുള്ള ജ്യൂസുകൾ വെൻഡ് ചെയ്യുന്ന മെഷീനാണ്. സ്കാൻ ചെയ്ത് QR പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ജ്യൂസ് കിട്ടും. സ്മാർട്ട് ഹണി പ്രോസസ്സിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹണിയിലുള്ള ഹണി പ്രോസസ്സ് ചെയ്യുന്ന പ്ലാന്റാണ്. വലിയ പ്ലാന്റുകളാണ്. തേനൊക്കെ നമുക്ക് അനാവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ കളഞ്ഞ് ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് അത് സെൻസർ ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് ഒരുപാട് മോട്ടറുകൾ ഉണ്ടാവും. അത് ഓരോ സമയവും പ്രവർത്തിക്കേണ്ട രീതിയിൽ നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് മൊബൈൽ വഴിയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇതെല്ലാം മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാൻ, IoT എല്ലാത്തിലും കൊടുക്കുന്ന, എല്ലാത്തിലും IoT ആണ്. എല്ലാം IoT ബേസ്ഡ് പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാം മൊബൈൽ വഴിയും വെബ് ആപ്പിൽ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹണി പ്രോസസ്സിങ്, അതുപോലെ മിൽക്ക് ATM, മിൽക്ക് വാങ്ങാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ QR കോഡ് ഉപയോഗിച്ചിട്ട് മിൽക്ക് വാങ്ങുന്ന ATM. വേസ്റ്റ് വാട്ടർ, ഗ്രേ വാട്ടർ യൂസ് സിസ്റ്റം, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു എക്സ്പെരിമെൻ്റൽ പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പം ഈ ഗ്രേ വാട്ടർ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻ, ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് CWRDM, CFRI, കൃഷി വിജ്ഞാന കേന്ദ്ര, ഇങ്ങനെയുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് പുതിയ കൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഗ്രേ വാട്ടർ സിസ്റ്റത്തിലൊക്കെ, യൂസ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ചെയ്യുന്ന ക്ലയൻറ്റുകളും അങ്ങനത്തെ ആയിരിക്കും. അത് നമ്മൾ അത്രയും പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലാണെങ്കിലും തമിഴ്നാട്ടിലേക്ക് ചെയ്തത് കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മളിത് എക്സ്പെരിമെൻറ്റിനും നമ്മളിത് ചെയ്യാനും നമ്മളിത് പ്രൊജക്റ്റ് എല്ലാത്തിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. CWRDയുമായിട്ട് ടൈപ്പായിട്ട് ചെയ്യുന്നതുണ്ടാവും. പിന്നെ ഇതുപോലെയുള്ള ഓർഗനൈസേഷനുമായിട്ട് ടൈപ്പായിട്ട് ചെയ്യുന്നതുണ്ടാവും. അപ്പം ഇതിൽ പിന്നെ സ്റ്റുഡൻസ് ലേൺ ഫ്രം റിയൽ ഇന്നോവേഷൻ എക്സ്പീരിയൻസ്. റിയൽ ഇന്നോവേഷൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിൽ നമ്മൾ എന്താണോ, അപ്പം ഈ ഒരു മെൻറ്ററെ കുറിച്ച് പറയാനുള്ള കാരണം, നമ്മളെവിടെയാണോ എങ്ങനെയാണോ നിൽക്കുന്നത് അതായിട്ട് നമ്മൾ ബ്രെയിൻ മിററിങ് ഒക്കെ സംഭവിക്കും. അപ്പം നമ്മുടെ പഠിക്കുന്ന ആ ഒരു ഇതുകൂടി നിങ്ങളുടെ ഒരു ബ്രെയിൻ മിററിങ് സംഭവിച്ചുകൊണ്ട് കുറച്ചുകൂടി വേറൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ്. പ്രോഗ്രാം സ്ട്രക്ചർ വരുന്നത് ഫേസ് 1 6 മന്ത് ട്രെയിനിങ് പ്ലസ് ഇന്റേൺഷിപ്പ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫേസ് 2 എന്ന് പറയുന്നത് 6 മന്ത് ട്രെയിനിങ് ഡെവലപ്പർ പ്രോഗ്രാമാണ്. അത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടാവും, ട്രെയിനി ആയിട്ട് ചെയ്യാം. ആദ്യത്തെ ദിവസം മുതൽ ലൈവ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ IoTയിൽ വരുന്നത് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിൽ വരുന്ന സ്മാർട്ട് IoT ഡിവൈസസുകൾ, ക്ലൗഡ് കണക്റ്റഡ് സിസ്റ്റം, അതുപോലെ തന്നെ അതിൽ തന്നെ മൊബൈൽ ആപ്പുകളും വെബ് ആപ്ലിക്കേഷനും എൻ്റർപ്രൈസസ് പ്ലാറ്റ്ഫോമുകളും ഉണ്ടാവും. IoT ആൻഡ് എംബഡഡ് സിസ്റ്റം ട്രെയിനിങ്ങിൽ വരുന്നത് ESP32, ഓർഡിനോ, റാസ്ബെറി പൈ എക്സെട്ര, ഏതാണോ നമ്മൾ പ്രൊജക്റ്റിന് യൂസ് ചെയ്യുന്നത് ആ മൈക്രോ കൺട്രോളറോ മൈക്രോ പ്രോസസ്സർ ആയിരിക്കും. അതിൽ എംബഡി C ഉണ്ടാവും, മൈക്രോ പൈത്തൺ ഉണ്ടാവും. ഇതൊരു സ്ലൈഡ് മാത്രമാണ്. നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതായിരിക്കും. ഈവൻ ഇതെല്ലാം വരികയും ചെയ്യും. പിന്നെ സെൻസേഴ്സ്, ഒരുപാട് സെൻസേഴ്സ് ഇൻ്റർഫേസിങ് ഉണ്ടാവും. RS485 പോലെയുള്ള കൊമേഴ്ഷ്യൽ ഗ്രേഡ് സെൻസേഴ്സുകളും ഒക്കെ ഇൻ്റർഫേസിങ് ഉണ്ടാവും. അതുപോലെ ഒരുപാട് ഇതുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റുകളിൽ വരും. IoT ആൻഡ് എംബഡഡ് സിസ്റ്റം, ഈ ഒരു വക ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു സ്ഥലത്തൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. ഈവൻ എവിടെ പോയാലും മോഡ്ബസ് പ്രോട്ടോകോൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഞാൻ പറയുന്നത് റിയൽ വേൾഡിൽ നമ്മൾ ചെയ്യുകയാണ്. പിന്നെ വരുന്നത് ബാക്ക്-എൻഡ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആണ്. അതിൽ പൈത്തൺ, ജാവോ, REST API, ഡാറ്റാബേസസ്, അതുപോലെ തന്നെ ക്ലൗഡ് ഡെവലപ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അത് പിന്നെ ഫ്രണ്ട് എൻഡിലേക്ക് വരുമ്പോൾ പിന്നെ ഈ ടെക്നോളജിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. ഫ്ലട്ടർ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ ഇതിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. ഇപ്പം
ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ HTML5, CS3, ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ്, റിയാക്ട് JS, അതുപോലെ തന്നെ റിയാക്ട് നാറ്റീവ് അങ്ങനെ വരാം. അപ്പോൾ അത് ബേസ്ഡ് ഓൺ നമ്മുടെ പ്രോജക്റ്റുകൾ പോകുന്നതും അത് ചെയ്യുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. ഇത് മാത്രമല്ല ഉണ്ടാവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഫുൾ സ്റ്റാക്കിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് എൻഡ് പ്ലസ് ബാക്ക് എൻഡ് ഡാറ്റാബേസ് APIs ഇതെല്ലാം കൂടി വരുമ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻ്റ് ആയി. പിന്നെ ക്ലൗഡ് ഹോസ്റ്റഡ് സൊല്യൂഷൻ. എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ റിയൽ പ്രോജക്റ്റ് ആയിരിക്കും. അതുപോലെ ടീം വർക്ക്, പ്രോബ്ലം സോൾവിങ്, ഡെവലപ്മെൻറ്റ്, ഡിപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാവും. നമ്മൾ ഡിപ്ലോയ് ചെയ്യാം, ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ എക്സ്പീരിയൻസ് നമ്മൾ ഒരു 1 year ഒക്കെ ആകുമ്പോഴേക്കും ബിക്കം മോർ വാല്യുബിൾ ആയിട്ട് മാറും. ഇപ്പം നമ്മൾ സാധാരണ ഒരു കോഴ്സ് കഴിയുന്ന പോലെയല്ല, ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. കാരണം നമുക്ക് ജോബ് സെക്യൂർഡ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, നിങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്ക് ഒക്കെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ പ്രോജക്ട്സ്, ഇൻഡസ്ട്രി വർക്ക് ഫ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ആൾക്കാർ ജോലി ഇങ്ങനെ ഇപ്പം ഫ്രഷേഴ്സൊക്കെ ആകുമ്പം അങ്ങനെ നിൽക്കണം. മറ്റേതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും, പുതിയ ജോലി ചെയ്യുവാണെങ്കിലും. പിന്നെ മെയിനായിട്ട് ഇപ്പം ഈ ഒരു AI ഇറയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം AI എന്ന് പറയുമ്പം കുറേ കൂടി എളുപ്പമാണ്. ഈ AIയിലേക്ക് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ ജോലി എന്താണെന്ന് വെച്ചാൽ AIയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം AI ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മളുടെയും ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. കമ്പ്യൂട്ടർ വിഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വേറെ തന്നെ നമ്മൾ സെഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പം മെയിനായിട്ട് നമ്മൾ കാര്യമായിട്ട് എല്ലാ AI ടൂളുകളും യൂസ് ചെയ്യും. GPTയോ, Copilotോ, പിന്നെ ക്ലൗഡോ, ജെമിനൈയോ, എമർജൻറ്റ് അങ്ങനെ പോലെയുള്ള ഒരുപാട് ടൂളുകളുണ്ട്. അതെല്ലാം ഇതിൽ സ്ലൈഡിൽ കൊള്ളിക്കാൻ പറ്റില്ല. അപ്പം അതെല്ലാം യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മൾ പ്രോജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സ്കിൽ എന്തുകൊണ്ട് മാറ്റർ ആണെന്ന് വെച്ചാൽ സ്കിൽ നിർബന്ധമാണ്. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റിയൽ വേൾഡ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഡെവലപ്പേഴ്സിൻ്റെ ഒരുവിധം കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഡെവലപ്മെൻറ്റ് ഫാസ്റ്റായിട്ട് നടക്കും. കോഡിൻ്റെ ക്വാളിറ്റി കൂടും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇപ്പം ഒരു ഫ്യൂച്ചർ ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ AI+ ഡെവലപ്പർ ഈക്വൽ ടു ഫ്യൂച്ചർ റെഡി. AIയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ റെഡിയാണ്. ഭാവി അവിടെ വേറൊരു പ്രശ്നം, പ്രതിസന്ധി അവിടെ വരാൻ പോകുന്നില്ല. കാരണം AIയും കൂടി നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രം നമുക്ക് ഒരു പ്ലസ് ആണ്. പ്ലസ് നല്ല ഫ്യൂച്ചർ റെഡിയാണ് അവിടെ. ടെക്നിക്കൽ സ്കിൽസ് പ്ലസ് പ്രോബ്ലം സോൾവിങ് വർക്ക്, IoT, എംബഡഡ് സിസ്റ്റം, AI അസിസ്റ്റഡ് വർക്ക് ഫ്ലോ എല്ലാം നമ്മൾ നമ്മുടെ ഒരു ഇത് ചെയ്യാനായിട്ട് നമ്മൾ അത്രയും പ്രാഗൽഭ്യം നേടും എന്നുള്ളതാണ്. പിന്നെ പ്രൊഫഷണൽ ഗ്രോത്ത് ജേണി പറയുമ്പോൾ ലേണിങ്, അതുപോലെ തന്നെ പിന്നെ പ്രൊജക്റ്റ് ഇത് കഴിഞ്ഞ് ഇൻഡിപെൻഡൻറ്റ് ടാസ്കുകൾ ഉണ്ടാവും. ട്രെയിനി ആയിട്ടും പിന്നെ ഡെവലപ്പറായിട്ടും മാറി. അപ്പം ഇവൻ നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഡെവലപ്പറായിട്ടായിരിക്കും മാറുന്നത്. അല്ലാതെ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരു ഫ്രഷർ ആയിട്ടല്ല, അല്ലെങ്കിൽ ഒരു കോഴ്സ് കഴിഞ്ഞ ആളായിട്ടല്ല ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ചെയ്യണമെങ്കിലും ആസ് എ ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. എക്സ്പീരിയൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, 30 day കൺഫർമേഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6 month ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഇപ്പം 6 month ട്രെയിനിങ് എടുക്കുന്നില്ലാത്തവർക്ക് 6 month ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, 1 year എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എല്ലാം കൂടെ റെഫറൻസ് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും.
അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പം IoT ഡെവലപ്പറായിട്ടും എംബഡഡ് എഞ്ചിനീയറായിട്ടും ബാക്ക് എൻഡ് ഡെവലപ്പറായിട്ടും ഫ്രണ്ട് ഡെവലപ്പറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ IoT ഡെവലപ്പർ ആൻഡ് എംബഡഡ് എഞ്ചിനീയർ ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇതാണ് വരുന്നത്, ഒരൊറ്റ ഡൊമൈനാണ്. മറ്റേത് വരുന്നത് ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിട്ടുള്ള ഡൊമൈനാണ്. അപ്പം ഏതാണോ ഒരെണ്ണാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക, അതേ പറ്റുകയും ചെയ്യും. അപ്പോൾ അതിൽ IoT എന്തൊക്കെയാണോ വരുന്നത് അത് ഉണ്ടാവും. എംബഡഡ് എഞ്ചിനീയറിംഗിൽ വരുന്നതും എംബഡഡും IoT വരുന്നത് കോമൺ ആയിട്ട് ഇത് വരുന്നുണ്ടാവും. പിന്നെ ബാക്ക് എൻഡിലും ഫ്രണ്ട് എൻഡിലും അതുപോലെ തന്നെ ഫുൾ സ്റ്റാക്ക് ആയിട്ട് വരുന്നത് വേറെ ഉണ്ടാവും അല്ല, അത് രണ്ടും രണ്ട് ഡൊമൈനാണ്. പിന്നെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കണ്ടിന്യൂ വിത്ത് അസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ടോപ്പ് പെർഫോമൻസ് മേ കണ്ടിന്യൂ ആസ് എ ഫുൾ ടൈം ഡെവലപ്പർ. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ജോയിൻ ദ നെക്സ്റ്റ് ബാച്ച്. വേറെ ഒന്നുമില്ല, ഇതിൽ ഇപ്പം നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓപ്പുലൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2 സ്ഥലങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് നിങ്ങൾക്ക് കൊടുവള്ളിയിൽ മാനിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാനിപുരം, കൊടുവള്ളി, കോഴിക്കോട് അവിടെ ജോയിൻ ചെയ്യാം. രണ്ടാമത്തത് തൃപ്പൂണിത്തറ എറണാകുളത്തും ഉണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് നിയർ ബൈ, നിങ്ങൾക്ക് ആക്സസിബിൾ നോക്കി 2 സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ ഇതിൽ പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചാറ്റ് ചെയ്യാം. എൻക്വയറി അയക്കാം. എൻക്വയറി അയച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട്, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഓക്കെ.